ഭയാനകം, അതിദാരുണം. കണ്ണു ചിമ്മി തെളിയുന്ന വേഗത്തിൽ അപകടം. 3 പേർ സംഭവസ്ഥലത്തും ഒരാൾ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേയും മരിച്ചു. പുലർച്ചെ 4:05 പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കൂടൽ പിന്നിട്ട് മുറിഞ്ഞകൽ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിന്റെ എതിർദിശയിലാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരം ഭാഗത്തു നിന്നും വന്ന കാർ എതിർദിശയിലെത്തിയ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. മല്ലശ്ശേരി പുത്തൻതുണ്ടിയിൽ നിഖിൽ ഈപ്പൻ, പിതാവ് മാത്യു ഈപ്പൻ, നിഖിൽ ഈപ്പന്റെ ഭാര്യ അനു ബിജു, അനുവിന്റെ പിതാവ് വട്ടക്കുളഞ്ഞി പുത്തൻവിള കിഴക്കേതിൽ ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത്. 8 വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ നവംബർ 30-നായിരുന്നു നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം. തിങ്കളാഴ്ചയാണ് ഇരുവരും മധുവിധു ആഘോഷിക്കാൻ മലേഷ്യയ്ക്ക് പോയത്. ഇരുവരെയും കൂട്ടിയുള്ള യാത്രയാണ് അത്യാഹിതമായി അവസാനിച്ചത്. അനുവിന്റെ പിതാവ് ബിജു പി ജോർജാണ് വാഹനം ഓടിച്ചിരുന്നത്. മുൻവശത്ത് ഇടതുവശത്തെ സീറ്റിൽ മാത്യു ഈപ്പൻ, പിൻവശത്ത് വലതുവശത്ത് നിഖിലും ഇടതുവശത്ത് അനുവുമാണ് യാത്ര ചെയ്തത്. ഇടിയുടെ ആഘാതത്തിൽ കാർ ഉള്ളിലേക്ക് ചുരുങ്ങിയതോടുകൂടി അനു അടക്കം മറ്റ് 3 പേരെയും ആദ്യഘട്ടത്തിൽ പുറത്തെടുക്കാനായില്ല. പയ്യൻ്റെ അച്ഛൻ, പെണ്ണിൻ്റെ അച്ഛൻ, അവർ രണ്ടുപേരാണ് ഫ്രണ്ടിൽ ഇരുന്നത്. ഇവരെ ആരോ അച്ഛനാണ് വണ്ടി ഓടിച്ചിരുന്നത്. വലത്തെ സൈഡിൽ സ്വാമിമാരുടെ വണ്ടിക്കകത്ത് ചെന്ന് ഫ്രണ്ട് ഇടിച്ച് സ്വാമി വണ്ടി ഇടത്തെ സൈഡ് തന്നെ ചേർന്ന് കിടക്കുക. ശബ്ദം കേട്ട സമീപവാസികൾ ഞെട്ടിയുണർന്നു. അപകടമെന്ന് ഉറപ്പിച്ചു. വിവരം പോലീസിനും ഫയർഫോഴ്സിനും നൽകി. ഒപ്പം ആംബുലൻസ് സേവനവും തേടി. വീട് ഇതാ അപ്പോൾ ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ സൗണ്ട് ആക്സിഡൻ്റ് ആണെന്ന് മനസ്സിലായി. പെട്ടെന്ന് ഓടിച്ചാടി വരുമായിരുന്നു. ഞാനും പപ്പയും ഓടി വന്നപ്പോൾ ഇടിച്ച് റോങ് സൈഡിലാണ് കാറ് കിടന്നത്. ഇടിച്ച് അകത്ത് കയറി ഇരിക്കുക. അപ്പോൾ നമ്മൾ ഡോറിലെല്ലാം പിടിച്ചു നോക്കി, ജാമ. അപ്പോൾ ആ ചേച്ചിക്ക് ജീവനുണ്ടായിരുന്നു. ആ സമയത്ത് എങ്ങനെയോ ആ ബാക്കിലത്തെ ഡോറ് നമ്മൾ ഓപ്പൺ ചെയ്തു. പിൻസീറ്റ് യാത്രക്കാർ ഇരുവരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല. 2013 മോഡൽ കാറാണ്. ഇതിൽ എയർ ബാഗ് ഉണ്ടായിരുന്നോ എന്നതിൽ വ്യക്തതയില്ല. അനുവിനെ കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് മടങ്ങിയെത്തിയ ആംബുലൻസിൽ തന്നെയാണ് മറ്റുള്ളവരെയും കൊണ്ടുപോയത്. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയ തെലങ്കാനയിൽ നിന്നുള്ള ഭക്തർ സഞ്ചരിച്ചിരുന്ന മിനി ബസ്സിലേക്കാണ് കാർ പാഞ്ഞു കയറിയത്. 19 യാത്രക്കാരിൽ ഒരാൾക്ക് മാത്രമാണ് പരിക്ക്. എതിർദിശയിൽ കാർ വരുന്നത് കണ്ട് വാഹനം വേഗം കുറച്ച് ഒതുക്കിയതായി ഡ്രൈവർ പറഞ്ഞു. वो सीधा आके मेरे गाड़ी की लगा दिया सर. मैं मेरा रूट में मैं जा रहे हैं, वो सीधा मेरा गाड़ी को आगे लगा दिया. तो इसी मैं स्पीड नहीं है, मैं वो गाड़ी स्पीड में है, आगे लगा दिया. അപകടത്തെ തുടർന്ന് 2 വാഹനങ്ങളും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പരിശോധിച്ചു. യന്ത്ര തകരാറുകളോ സാങ്കേതിക പിഴവുകളോ വാഹനങ്ങൾക്ക് രണ്ടിനും ഇല്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഒപ്പം തന്നെ റോഡ് നിർമ്മാണത്തിൽ കാര്യമായ അപാകതയും മോട്ടോർ വാഹന വകുപ്പ് പറയുന്നില്ല. അമിതമായ വേഗതയിൽ വാഹനം വന്നിടിച്ചതായിട്ടാണ് തോന്നുന്നത്. കാരണം വണ്ടിയുടെ ഡാമേജ് കണ്ടിട്ട്. അത് പക്ഷേ മനഃപൂർവ്വം ആകണമെന്നില്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ കൺട്രോൾ ഡ്രൈവർ നിന്ന് പോകും. ആ സമയത്ത് വണ്ടിയുടെ സ്പീഡ് ഒന്നാമത് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഇറക്കം കൂടെ ഉണ്ട്, സ്പീഡ് കൂടി വരാൻ സാധ്യതയുണ്ട്. CCTV ദൃശ്യങ്ങളിൽ കാർ സാധാരണയിലും കവിഞ്ഞ വേഗത്തിൽ കടന്നു പോകുന്നതായാണ് കാണുന്നത്. കാർ ഡ്രൈവറുടെ അശ്രദ്ധ അപകടത്തിനിടയാക്കിയെന്നാണ് FIR-ൽ പറയുന്നത്. സംസ്ഥാന പാതയിൽ കോന്നിക്കും കൂടലിനും മധ്യേ കഴിഞ്ഞ 1 മാസത്തിനിടെ നിരവധി അപകടങ്ങളാണ് ഉണ്ടായത്. ഇന്നലെയുണ്ടായ അപകടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ഞായറാഴ്ച നിയന്ത്രണം വിട്ട് മതിലിടിച്ച കാറിന് തീപിടിച്ചു. നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ റോഡ് സുരക്ഷ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് സ്ഥലത്തേക്കൊന്ന് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് നോക്കിയ ശേഷം നമുക്ക് റോഡ് സേഫ്റ്റി അതോറിറ്റിയായിട്ട് NHO-ആയിട്ടൊന്ന് ബന്ധപ്പെട്ടിട്ട് നമുക്കൊന്ന് തീരുമാനിക്കാനുണ്ട്. ഒരു മീറ്റിംഗ് കൂടിയിട്ട് ഈ അപകടങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിഗണിക്കാം. അപകടത്തെ തുടർന്ന് തടസ്സപ്പെട്ട വാഹന ഗതാഗതം രാവിലെ 6 മണിയോടെയാണ് പൂർണ്ണതോതിൽ പുനഃസ്ഥാപിച്ചത്. പിന്നിട്ട 1 മാസ കാലയളവിനിടെ സംസ്ഥാന പാതയിൽ കോന്നിക്കും കലഞ്ഞൂരിനും ഇടയിലുള്ള ഭാഗത്ത് നിരവധി അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നാളെ ചേരുന്ന റോഡ് സുരക്ഷാ യോഗം ഇതിന്റെ കാരണങ്ങൾ കണ്ടെത്തി പരിഹാര നടപടികളിൽ കൂടി നിർദ്ദേശിക്കും. ജിബിൻ കെ ബാബുവിനും ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കുമൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.